ഇപ്പൊ ഈ മറിമായ എന്ന് പറയുന്നത് ഭയങ്കര സോഷ്യലി റെലവെന്റ് ആയ ടോപ്പിക്സ് എടുത്തിട്ട് അതൊരു കോമിക്കായിട്ട് ചെയ്യുന്ന തരത്തിലാണ്. അപ്പൊ എനിക്ക് എപ്പോഴും ലൈക്ക് അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ തരുമ്പോ ഭയങ്കരമായിട്ട് അത് ഈ എന്താണ് ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ളത് നോക്കാറുണ്ടോ? ഈ ഓരോ സ്ക്രിപ്റ്റുകൾ വരുമ്പോ മറിമായത്തിന് കൃത്യമായ സ്ക്രിപ്റ്റ് ഉണ്ട്. എന്നാലും മറിമായത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് വലിയ ആർട്ടിസ്റ്റാണ്. ഭയങ്കര അവര് സ്പോട്ട് ഡബിങ് ഒക്കെ ആണല്ലോ, സിംഗ് സൗണ്ട്. അപ്പൊ നമുക്കൊരു കൗണ്ടറൊക്കെ പറയാം. പിന്നെ അവര് പിന്നെ കുടുംബം പോലെയാണ്. നമുക്കൊരു കുടുംബത്തിൽ പോയിട്ട് നമുക്ക് എന്തും പറയാലോ. ഇപ്പൊ എന്റെ വീട്ടിൽ കയറി നമുക്ക് എന്തും പറയാം, എന്തും സംസാരിക്കാം. നമ്മളെ വീടല്ലേ ഇതും. അതുപോലെ ഒരു ഫാമിലിയാണ് അവിടെ. അതുകൊണ്ട് അതിന്റെ ഭയങ്കര വിജയം എന്ന് വെച്ചാല് അതിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. നമ്മൾ എന്തൊക്കെ പറയും. ചിലപ്പോ ഞാൻ എന്താണ് പറയുന്നത്, അവരെന്താണ് പറയുന്നത്. അപ്പം അത് ഓക്കെ ആയിരിക്കാം. ചിലപ്പോ വൈറലായ ഒരുപാട് കട്ടിങ്സ് ഒക്കെ ഇതിൽ കൂടുന്നുണ്ട് നമ്മളെല്ലാം. ചില മറിമായത്തിന് ഇപ്പവും 3-4 കൊല്ലം മുമ്പേ ചെയ്ത ഒരു ജിംനാസ്റ്റിക് എപ്പിസോഡിലുണ്ട്. ഭയങ്കര മറ്റേ എന്നിട്ട് ആടെ എടുക്കാൻ പറയുന്നത്. അപ്പൊ ഞാൻ ജിമ്മുകാരൻ പറയുന്നത് അത് ആദ്യം എക്സസൈസ്. ഞാൻ എക്സസൈസ് ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല, അത് വീട്ടിൽ ചെയ്യാം. എനിക്ക് വന്നോടെ എടുത്തകാനും പൊന്തിക്കാനും സാധനം വേണം. അതാ ഞാൻ ഇവിടെ ജിമ്മിന് വന്നത്. അത് ഇങ്ങനത്തെ ക്യാരക്ടർ ഓൾറെഡി ഞാൻ പണ്ട് ആഗ്രഹിച്ചാണ്. ഞാൻ ഒരിക്കൽ 5-6 ആള് ജിമ്മിന് പോയി. പണ്ടത്തെ ജിമ്മുണ്ട്, പഴയ സാധനം. പോയപാടെ നമ്മളെ വിചാരിച്ചെന്നറിയാം, ഈ മറ്റേ വലിയ സാധനം പൊന്തിക്കുന്നുണ്ടല്ലോ, ഒരു വലിയ റൗണ്ടല്ലേ സാധനം. ഇതാണ് അതാ നമുക്ക് ഇഷ്ടം. ഇത് കണ്ട് പരിപാടി ഫസ്റ്റ് പോയപാടെ പറഞ്ഞു അത് വേണം. ആശാൻ പറഞ്ഞു അത് പറ്റില്ല, ആദ്യം എക്സസൈസ്. നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം നമുക്ക് ആദ്യം ഫസ്റ്റ് വേണമെന്ന്. ആ പറ്റൂല പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇറങ്ങിപ്പോയി. അപ്പൊ അത് ആ എപ്പിസോഡ് വരുമ്പോൾ ഞാനത് ഇട്ടതാ. അത് ഭയങ്കര വൈറലാ. അങ്ങനെയല്ല, ഒരു തമാശയല്ലേ ഇത്. കാരണം ഒരാൾ പറയുന്നത് എനിക്ക് ഇതൊന്നും പറ്റില്ല, ഒരു വലിയ സാധനം അത് വേണമെന്ന് പറഞ്ഞു. ആ സാധനം പോലെ അപ്പൊ എടുക്കാൻ പറ്റുന്നില്ല മൂപ്പർക്ക്. അങ്ങനെ ചെറിയ സാധനം, ഒരു 3 മിനിറ്റ് അങ്ങനെ സിമ്പിൾ സാധനം. അങ്ങനെ കുറെ സാധനം ഉണ്ട്. വില്ലേജ് ഓഫീസിൽ വരുന്ന ഗുണ്ട, അങ്ങനെ കുറെ സാധനം യാദൃശ്യമായിട്ട് വരുന്നതാണ്. ചിലപ്പോ പ്രേക്ഷകന് ഇഷ്ടമാണ്. ചില സാധനം അവരുടെ ജീവിതത്തിലുണ്ടാവും. സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കുറെ തമാശകളുണ്ട്, അത്ര തന്നെ. അതുകൊണ്ട് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ഒരുപാട് പരിപാടികൾ മറിമായത്തിന്റെ ഒരു ഫാനാണ് അവര്. എന്റേത് മാത്രല്ലേ, അതെല്ലാ ആർട്ടിസ്റ്റും അതിഗംഭീരാണ്. കാരണം അവരൊക്കെ കയ്യേ നമ്മളില്ലോ. ആശാന്മാരാണ് അല്ലെ, നിയാസ് ബക്കർ, മണികണ്ഠൻ പട്ടാമ്പി, സ്നേഹ, മണി ഷോർണൂർ, അങ്ങനെ വിനോദട്ട്, അങ്ങനെ ഒരുപാട് റിയാസ്ക, അങ്ങനെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളെ വലിയൊരു ഗ്രൂപ്പാണ്. അതിലൊരു കുഞ്ഞു വേഷമായിട്ട് നമ്മൾ കൂടുന്നത്. ഇപ്പം നമ്മളെ എല്ലാ ആൾക്കാരും ഇപ്പോൾ പുറത്തിറങ്ങിയാൽ നമ്മൾ വരും, മുന്നേട്ടാ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഒരു പെണ്ണുങ്ങൾ അപ്പൊ താഴെ വന്നിട്ട് വേഗം കൈ പിടിച്ചു. ആ റിവേഷൻസ് അങ്ങോട്ട് പോന്ന അവര് വായിക്കോ എന്നെല്ലാം പറഞ്ഞ് അവരെ വിടുന്നില്ല. അവരെ കുറെ ബാഗൊക്കെ ഉണ്ടായിരുന്നു, അതിൽ കുറെ കടലാസൊക്കെ മാറി വെച്ചപ്പോ വീണ് പോയി. ഞാൻ എടുത്തു കൊടുത്തു. ആളെ റോഡുമെന്ന് നോക്കുന്ന ഫോട്ടോ എടുക്കണം പറഞ്ഞു. ഞാൻ എടുത്തു. അവ ഫോൺ കറക്റ്റ് ആവുന്നില്ല, എല്ലാം റെഡിയാക്കി. ഞാൻ എടുത്തു. പാവം, അത് ഇഷ്ടമാണ്. അവർ നമ്മളോട് ഓരോ സ്നേഹമല്ലേ, അത് അവർ നമ്മൾക്ക് മറക്കാൻ പറ്റും. നമുക്ക് ആ ഒരു എനർജിയാണ് വീണ്ടും വീണ്ടും ചെയ്യണം. തീർച്ചയായും ഇതൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും ഒരു സന്തോഷമാണ് ഇതൊക്കെ. ഇഷ്ടരാകുന്ന സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ഇത് ഇരിട്ടി എന്ന് പറഞ്ഞ ഭാഗത്താണ്. ഈ മലയോര ഒരു പ്രദേശമാണ്. ഭയങ്കര രസമുള്ള ഏരിയ ആണ്. ഇരിട്ടി എന്ന് പറഞ്ഞത് കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശമാണ്. ഭയങ്കര മലയോരം ഒരു ഗ്രാമമാണ്. അതിൽ റബ്ബറാണ് കൂടുതലും. പിന്നെ ഒരു പ്രത്യേക ഒരു സ്ഥലമാണ്. ഒരു കളറിങ് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അവിടെയാണ് എൻ്റെ കാടുകളൊക്കെ ഉണ്ട് ഒരുപാട്. അതുപോലെ ഇതിൻ്റെ അവിടെ ഒരു വീടാണ്, ചെറിയ വീടാണ്. ആ വീട്ടിലാണ് എൻ്റെ വീടായിട്ടാണ് ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു ചാക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ വേറൊരു സ്വഭാവം, മറ്റു രീതികൾ ഒക്കെ നല്ലതായിരുന്നു. നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാണ് വിശ്വാസം. പിന്നെ നമ്മളെന്തും പറയുന്നതല്ല, പ്രേക്ഷകൻ എന്താണ് സ്വീകരിക്കുന്നതാണ് സംഭവം. അവർക്ക് നമ്മൾ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എൻ്റെ എങ്ങനെ സംഭവം ചെയ്തു ഒരിക്കലും പറയാൻ പറ്റില്ല. അവരിപ്പോ ഏതോ പല വേഷങ്ങൾ ചെയ്ത് ഇഷ്ടമാവണമെന്നില്ല. ചിലത് അവർക്ക് ഇഷ്ടാവും. എന്തായാലും ചെയ്തിട്ടുണ്ട്. അവര് കാണട്ടെ അല്ലേ, അവര് വിലയിരുത്തട്ടെ. ഈ ഇഷ്ടരാഗത്തില് ഇപ്പൊ കൈലാഷ് ചേട്ടൻ അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊപ്പമുള്ള എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിരുന്നു. അദ്ദേഹം നല്ല എന്താ വെച്ചാല് ഭയങ്കര സഹകരണമായിരുന്നു. പിന്നെ നമുക്കൊരു വേഷം ഉണ്ട്, അതിലൊരു കോമ്പറ്റീഷൻ സീൻ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനുമായിട്ട്. നല്ലതായിരുന്നു അയാൾ. അദ്ദേഹം നല്ല, അതായത് നമ്മളെ ഏത് ആർട്ടിസ്റ്റും നല്ല ഭയങ്കര സ്നേഹമാണ്, നല്ല മനുഷ്യനാണ്. അത് മാത്രമല്ല നല്ല ആൾക്കാരാണ്. ഇപ്പൊ ശ്രീകുമാറിനെ കൂടെ ഉണ്ടായില്ല. പിന്നെ എല്ലാവരും നമ്മള് നല്ല അടിപൊളിയായിരുന്നു. ഇവര് നമ്മളെ വൈഫായിട്ട് ഉണ്ടായിരുന്നു. നല്ലൊരു ടീമായിരുന്നു. ചെറിയ ടീം, നല്ല ടീമായിരുന്നു. അതിലേഷം നല്ല എനിക്ക് ഇഷ്ടമായി. ആദ്യമായിട്ടാണ് കാണുന്നതും അന്ന് സംസാരിക്കുന്നതും ഒന്നിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞതും ഒക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണ്ടത്.